ഹലോ. ഇപ്പോൾ കാറുകളിലേക്ക് സൗന്ദര്യ റാണി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡിൻ്റെ രണ്ട് മോഡൽസാണ് എൻ്റെ കയ്യിൽ ഇന്നിരിക്കുന്നത്. നമുക്ക് നേരെ ഇത് അൺബോക്സ് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഈ ഫെറാറി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു കാറാണ് എൻ്റെ കയ്യിൽ ഇന്നിരിക്കുന്നത്. അതിൻ്റെ രണ്ട് മോഡൽസാണ് എൻ്റെ കയ്യിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഫെറാറി കാർ ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകിച്ച് കാര്യമോ കാരണങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മളിവിടെ സെർച്ച് ചെയ്താലും കാര്യങ്ങളോ ഒന്നും കിട്ടാറില്ല. എന്നാൽ ഫെറാറിയുടെ ഈ കാണുന്ന കുതിര ചാടുന്ന ഈ ലോഗോ എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ടോ? ഈ സൈഡിൽ കാണുന്ന ഈ ലോഗോ എന്ന് പറയുന്നത് ഇതുണ്ടാകാൻ വേണ്ടി ഒരു കാരണമുണ്ട്. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഒരു പൈലറ്റിൻ്റെ യുദ്ധവിമാനത്തിലുണ്ടായിരുന്ന ഒരു സ്റ്റിക്കറാണ്. അദ്ദേഹം കൂടെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റിക്കറാണ് നമ്മൾ ഈ കാണുന്ന ഫെറാറിയിലെ ഈ ലോഗോ എന്ന് പറയുന്നത്. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ, അതായത് ആ പൈലറ്റ് മരിച്ചതിന് ശേഷം ആ പൈലറ്റിൻ്റെ അമ്മ നമ്മൾ എൻസോ ഫെറാറിക്ക് ഗിഫ്റ്റായി കൊടുത്ത ഒരു സ്റ്റിക്കർ അല്ലെങ്കിൽ ഒരു പിക്ചറാണ് ഈ കുതിരയുടെ പിക്ചർ എന്ന് പറയുന്നത്. അതാണ് പിൽക്കാലത്ത് നമ്മൾ ഈ ഫെറാറിയിൽ ലോഗോ ആയിട്ട് വന്നിട്ടുള്ളത്. അതെനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു അറിവാണ്. അത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇത് ലാ ഫെറാറി അപ്പോർട്ട എന്ന് പറയുന്നൊരു മോഡലാണ്. സോ ഇത് വരുന്നത് ലാ ഫെറാറി എന്ന് പറയുന്ന മോഡൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ ലാ ഫെറാറി അപ്പോർട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂഫോ കാര്യങ്ങളോ ഒന്നും കാണില്ല. നമ്മുടെ ഈ റോസ്റ്റർ എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ സ്പൈഡർ എഡിഷൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു എഡിഷൻ വരുന്നൊരു വണ്ടിയാണ് ലാ ഫെറാറി അപ്പോർട്ട എന്ന് പറയുന്നത്. സോ യൂഷ്വലി ഫെറാറിയിൽ വരുന്ന പോലെ തന്നെ റെഡ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത്. സോ ഈ റെഡ് കളർ വരാൻ വേണ്ടി ഒരു കാരണം കൂടുണ്ട്. ഇറ്റലിയുടെ തന്നെ ഒഫീഷ്യൽ റേസിംഗ് കളറാണ് റെഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു 60% 70% എല്ലാ ഫെറാറിക്കും റെഡ് കളറാണ് കൂടുതലും ഇറങ്ങാറുള്ളത്. അതുകൊണ്ടാണ് ഈ റെഡ് കളർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒഫീഷ്യൽ കളർ ആയതുകൊണ്ടാണ് റെഡ് കളർ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതൊരു ഡ്രൈവർ ഫോക്കസ്ഡ് വണ്ടിയാണെന്നും അല്ലെങ്കിൽ സ്പോർട്സ് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണെന്നും എല്ലാവർക്കും അറിയാം. അല്ലാതെ ഫാമിലിയായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന വേറോ കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ടാണ് ഇതിന് ഈ റെഡ് കളർ കൊടുത്തിട്ടുള്ളത്. കാരണം സ്പോർട്ടി എഡിഷൻ ആയതുകൊണ്ട് മാത്രമാണ്. ആൻഡ് ഇതിൻ്റെ ഇന്ത്യൻ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കിനൊക്കെ അടിപൊളി ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് ഫസ്റ്റ് ഞാൻ എടുക്കാൻ കാരണം ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും മാത്രമാണ്. ആൻഡ് ഇത് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ലാ ഫെറാറി അപ്പോർട്ട എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ടെയിൽ ലൈറ്റും ഇതൊക്കെ കാണാൻ പറ്റും. ഇതെല്ലാം ഗ്ലാസ്സിലാണ് വരുന്നത് കേട്ടോ. ഫ്രണ്ട് പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് എവിടെയും ഗ്ലാസ്സിലൊക്കെയാണ് വരുന്നത്. സോ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ലാത്ത ഒരു മോഡലാണ് ലാ ഫെറാറി അപ്പോർട്ടയുടെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻ്റെ കയ്യിലിരിക്കുന്നത് മോൺസ SP2 എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പോൾ SP1 എന്ന് പറയുന്ന മോഡൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഈ ഒരു പാസഞ്ചർ ഇരിക്കുന്ന ഈ ഒരു സൈഡിൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ഈ ഒരു ഡ്രൈവിംഗ് സീറ്റ് മാത്രമേ ഇതിന് കാണത്തുള്ളൂ. സോ ഇത് ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കളറാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഡീറ്റെയിലിംഗ് തന്നെയാണ്. സോ ഇതിൻ്റെ റിയറിലേക്ക് നോക്കിയാലും എക്സോസിൻ്റെ ഭാഗത്ത് നോക്കിയാലും അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫെറാറിയുടെ ലോഗോ കാണാൻ പറ്റും. അതുപോലെ തന്നെ മോൺസ SP2 എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഗ്രിൽ പോർഷനൊക്കെ വരുന്നത് എംബഡി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ അകത്ത് വരുന്നതൊക്കെ അല്ല ചുമ്മാ സ്റ്റിക്കർ വർക്കൊന്നുമില്ല. അവിടെ നമുക്ക് ലോഗോ കാണാം, സൈഡിൽ നമുക്ക് ലോഗോ കാണാൻ പറ്റും. പിന്നെ ഈ കാർബൺ ഫൈബർ എഡിഷനൊക്കെ വരുന്നത് അടിപൊളിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബുറാഗ എന്ന് കാണാൻ പറ്റും. മോൺസ SP2 എന്ന് കൊടുത്തിട്ടുണ്ട്. ലൈസൻസ് അണ്ടർ ബൈ ഫെറാറി എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒഫീഷ്യൽ ലൈസൻസ് പ്രൊഡക്റ്റാണ്. അതുകൊണ്ടാണ് ഈ ലോഗോ ഇതുപോലെ പ്ലേസ് ആയിട്ടുള്ളതും. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇത്രയും നല്ല ശ്രദ്ധിച്ച് വന്നിട്ടുള്ളത് ആണ് എൻ്റെ കളക്ഷനിലോട്ട് വന്നിട്ടുള്ള രണ്ട് കിടിലൻ മോഡൽ എന്ന് പറയുന്നത്. സോ ഫെറാറി ഉണ്ടാകാൻ പ്രത്യേകിച്ച് കാര്യമോ കാരണങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഫെറാറി കാരണം പുതിയൊരു കാർ ബ്രാൻഡ് ഇറ്റലിയിൽ ഉടലെടുത്തായിരുന്നു. സോ ആ ഒരു കാർ ബ്രാൻഡിൻ്റെ ഒരു മോഡലുമായിട്ടാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ അതറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഏതാണ് ആ ബ്രാൻഡ് എന്നുള്ളത്. സോ അറിയാത്തവർ വെയിറ്റ് ചെയ്യുക, നമ്മൾ ഉടൻ തന്നെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.